ചൂടും വേനൽ മഴയും മാറി മാറി പരീക്ഷിച്ചിട്ടും തളർന്നില്ല ഈ സമരവീര്യം. ആരോഗ്യമന്ത്രി കൈമലർത്തിയപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു. പുതുക്കുറിച്ചിയിലെ ഷീജയും തൃക്കണ്ണാപുരത്തെ തങ്കമണിയും വിജയം നേടുന്നതുവരെ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ്. ആശാ വർക്കർമാരുടെ സമരം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. മന്ത്രി വീണ ജോർജുമായി ആശാ വർക്കർമാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഘടിപ്പിക്കുവാനുള്ള തീരുമാനം ഉണ്ടായി. ഇന്ന് രാവിലെ 11 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. വ്യാഴാഴ്ച മുതൽ എം ബിന്ദു, തങ്കമണി എന്നിവർ നിരാഹാരം ആരംഭിക്കും. നിരാഹാര സമരം ആരംഭിക്കും മുൻപ് ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് വരുത്തി തീർക്കുക മാത്രമായിരുന്നു മന്ത്രിതല ചർച്ചയുടെ ലക്ഷ്യമെന്നും സമരക്കാർ ആരോപിച്ചു. ചർച്ചയ്ക്ക് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച ആശാ വർക്കർമാർ MG റോഡിൽ പ്രകടനവും നടത്തി. നേരത്തെ NHM ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത്. നിയമസഭയിൽ മന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചർച്ച. സമരം നിരാഹാരത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന് മേൽ സമ്മർദ്ദം ഏറും. അതിലാണ് സമരക്കാരുടെ പ്രതീക്ഷ. എന്നാൽ ഓണറേറിയം കൂട്ടുന്നതിൽ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്രമെന്ന് ആവർത്തിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശാമാരുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കുമെന്ന് വീണ ജോർജ് അറിയിച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മന്ത്രി ഡൽഹിക്ക് തിരിച്ചിരിക്കുകയാണ്. ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയെ വീണ ജോർജ് കാണും. ഈ കൂടിക്കാഴ്ചയും ആശാ വർക്കർമാരുടെ സമരത്തിൽ നിർണായകമാകും. ആശാ വർക്കർമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒന്നും അംഗീകരിച്ചില്ലെന്നും ഓണറേറിയം ഉൾപ്പെടെ ആവശ്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ലെന്നും പുതിയ നിർദ്ദേശങ്ങളോ പരിഗണനകളോ മന്ത്രിതല ചർച്ചയിൽ ഉണ്ടായില്ലെന്നും സമരക്കാർ അറിയിച്ചിരുന്നു. വേനൽ മഴയിലും തളരാത്ത ആശാ സമരവീര്യം 39ാം ദിവസം നിരാഹാരത്തിലേക്ക് കടക്കുകയാണ്. നിരാഹാരം ഇരുന്ന് ശീലമില്ലെങ്കിലും നിശ്ചയദാർഢ്യമാണ് ഷീജയ്ക്കും തങ്കമണിക്കും കൈമുതലായുള്ളത്. പുതുക്കുറിച്ചി സ്വദേശിയായ ഷീജയ്ക്ക് 3 മക്കളാണ്. വീട് വെച്ചതിന്റെ വായ്പ കഴിഞ്ഞ മാസം മുടങ്ങി. എല്ലാ പ്രതീക്ഷയും ഈ സമരത്തിലാണ്. തൃക്കണ്ണാപുരത്തുകാരിയായ തങ്കമണി സമരം തുടങ്ങിയതു മുതൽ സെക്രട്ടേറിയറ്റിന് മുൻപിലാണ്. വിജയം കൊയ്ത് മടങ്ങുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് തങ്കമണി. അതേസമയം ആശാ വർക്കർമാർക്ക് പിന്നാലെ സമരത്തിലേക്ക് കടന്ന അങ്കണവാടി അധ്യാപകർ, വർക്കേഴ്സ് എന്നിവരുടെ പ്രശ്നങ്ങൾ ഇന്ന് നിയമസഭയിൽ ഉയരും. പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകും. തുച്ഛമായ വേതനം, അങ്കണവാടികൾ നടത്തുന്നതിലെ പ്രായോഗിക പ്രയാസങ്ങൾ, പെൻഷൻ ആനുകൂല്യങ്ങളുടെ അഭാവം എന്നിവ ഉയർത്തിയാവും പ്രതിപക്ഷം വിഷയം ചർച്ചയാക്കുക. ഇതിൽ സർക്കാരിന്റെ നിലപാടും നിർണായകമാകും. സന്നദ്ധ പ്രവർത്തകരെന്ന നിലയിൽ നിന്ന് ഒഴിവാക്കി ആശാമാരെ ജീവനക്കാരായി അംഗീകരിക്കണമെന്നും മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ട് ഈ ആഴ്ച കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും. ഇൻസെന്റീവ് വർധനയും ആവശ്യപ്പെടുമെന്നും വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട്. ആശാമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർണമായ സമീപനം ആണെന്ന് മന്ത്രി വീണ ജോർജ് നേരത്തെ പ്രതികരിച്ചിരുന്നു. 2023-24 സാമ്പത്തിക വർഷം കേന്ദ്രം ₹1 പോലും തരാഞ്ഞിട്ടും ഓണറേറിയം വിതരണം ധനവകുപ്പ് മുടക്കിയിട്ടില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കരുതെന്ന നിലപാട് സർക്കാരിനില്ല. ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് അഭിപ്രായം. സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് ചർച്ചയിൽ ആവശ്യപ്പെട്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. SUCI നേതൃത്വത്തിൽ സമരം ആരംഭിച്ച് 4ാം ദിനം NHM സ്റ്റേറ്റ് മിഷന് ആശാമാരുമായി ചർച്ച നടത്തിയത്. ഫെബ്രുവരി 15-ന് നേരിട്ട് ചർച്ച നടത്തി. ബുധനാഴ്ച നടന്നത് 2ാം ചർച്ചയാണ്. സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് അഭ്യർത്ഥിച്ചത്. ആശാമാർക്ക് സംസ്ഥാനം ₹7000 ഓണറേറിയമാണ് നൽകുന്നത്. കേന്ദ്രം നൽകുന്ന ₹3000 ഫിക്സഡ് ഇൻസെന്റീവിൽ ₹1600 കേന്ദ്രവും ₹1400 സംസ്ഥാനവും നൽകുന്നു. ഓരോ സേവനത്തിനുമുള്ള ഇൻസെന്റീവ് 60-40 അനുപാതത്തിലാണ്. 2006-ൽ കേന്ദ്രം തീരുമാനിച്ച തുകയാണ് ഇൻസെന്റീവായി ഇപ്പോഴും നൽകി വരുന്നത്. ഫെബ്രുവരി ആദ്യവാരം ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തിയ സമരത്തിന്റെ ഭാഗമായും ചർച്ച നടത്തിയിരുന്നു. തുടർന്ന് ആശാമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് വിജ്ഞാപനം പുതുക്കാൻ സാങ്കേതിക സമിതി രൂപീകരിച്ചു. ഇക്കാര്യം SUCI പ്രതിനിധികളോട് പറഞ്ഞെങ്കിലും സമരം തുടർന്നു. സംസ്ഥാനത്തെ 26,125 ആശാമാരിൽ 450 പേരാണ് സമരത്തിലുള്ളത്. 13,000 ആശാമാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെന്ന് കണ്ട് പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്രത്തോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. 1.5 വർഷമായി ഇതിനായി കേന്ദ്രവുമായി ബന്ധപ്പെടുന്നു. ആശാമാർക്ക് മികച്ച ജീവിതം ഉറപ്പാക്കുവാൻ സംസ്ഥാന സർക്കാർ എല്ലാ നടപടിയും എടുക്കുന്നുണ്ടെന്നും കേരളത്തിൽ ആശാമാർക്ക് അധിക ജോലി എന്നും തെറ്റായ പ്രചാരണമുണ്ടെന്നും ദേശീയ മാനദണ്ഡ പ്രകാരമല്ലാത്ത ജോലി ആശാമാർ ചെയ്യുന്നില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു. കഠിനമായ വെയിലും വേനൽ മഴയും വകവയ്ക്കാതെ സംസ്ഥാനത്ത് ആശാ വർക്കർമാരുടെ സമരം 39ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ രാപ്പകൽ സമരം നിരാഹാര സമരമായി ഘടിപ്പിക്കുകയാണ്.
2006 സർക്കാർ നിശ്ചയിച്ച വേതനം 20 വർഷങ്ങൾക്ക് ഇപ്പുറവും നൽകുമ്പോൾ ജീവിതം വഴിമുട്ടിയ ഈ ആശാ പ്രവർത്തകർ അവർക്ക് അവകാശങ്ങൾ ഉണ്ട് എന്ന് വിളിച്ചു പറയുന്നത് കേൾക്കാതിരിക്കുവാൻ സർക്കാരിന് എത്ര നാൾ സാധിക്കും? മന്ത്രിമാരുടെയും MLA മാരുടെയും IAS ശമ്പളം കാലാനുസൃതമായി വർദ്ധിക്കുമ്പോൾ 20 വർഷമായി ശമ്പള പരിഷ്കരണം നടത്താതെ ഇവരെ തഴഞ്ഞിരിക്കുന്നത് എന്തെന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും പ്രസക്തമാകുന്നത്.